നമസ്കാരം. ഭാഗ്യരേഖ കുടുംബത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകളിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഈ മാസത്തെ സമ്പൂർണ്ണ ഫലമാണ്. ഓരോ കൂറുകാർക്കും കരിയർ, സാമ്പത്തികം, കുടുംബജീവിതം എന്നിവയിൽ ഈ മാസം എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളതെന്ന് നമുക്ക് വിശദമായി നോക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം എന്നിവരടങ്ങുന്ന മേടക്കൂറുകാരുടെ ഫലം നോക്കാം. ഈ മാസം മേടക്കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് വലിയ കഠിനാധ്വാനം വേണ്ടിവരുമെങ്കിലും അതിനുള്ള തക്കതായ അംഗീകാരം മേലധികാരികളിൽ നിന്നും ലഭിക്കും. പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. സാമ്പത്തിക നില വളരെ ഭദ്രമായിരിക്കും. മുൻകാലങ്ങളിൽ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള ലാഭം വന്നുചേരും. എങ്കിലും വലിയ തോതിലുള്ള പണമിടപാടുകൾ നടത്തുമ്പോൾ ഒന്ന് ചിന്തിക്കുന്നത് നന്ന്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ദാമ്പത്യ ജീവിതത്തിലെ ചെറിയൊരു പിണക്കം ഒക്കെ മാറി കാര്യങ്ങൾ അനുകൂലമാകും. ആരോഗ്യകാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിലും ഭക്ഷണകാര്യത്തിൽ ചെറിയ ശ്രദ്ധ പുലർത്തുക. അടുത്തത് കാർത്തികയുടെ ബാക്കി ഭാഗവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരുടെ ഫലം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പങ്കാളികൾ ഒപ്പമെത്താൻ സാധ്യതയുണ്ട്. കരിയറിൽ പുതിയ അവസരങ്ങൾ തേടിയെത്തും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെങ്കിലും ചില അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ജാഗ്രത പാലിക്കുക. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനിടയാകും. ആരോഗ്യപരമായി ചെറിയ തോതിൽ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. അടുത്തത് മകയിരത്തിൻ്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദം എന്നിവരടങ്ങുന്ന മിഥുനക്കൂറുകാരുടെ ഫലം. ഉദ്ദേശിച്ച കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ ഔദ്യോഗിക രംഗത്ത് നിങ്ങൾക്ക് ലഭിക്കും. കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങൾ വരും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും. കടങ്ങൾ ഒരു പരിധിവരെ വീട്ടാൻ സാധിക്കുന്ന മാതൃകാപരമായ തീരുമാനങ്ങൾ എടുക്കും. സുഹൃത്തുക്കളുടെ സഹായത്താൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഇണക്കവും പിണക്കവും ഉണ്ടാകുമെങ്കിലും കാര്യങ്ങൾ സന്തോഷകരമായി മുന്നോട്ടു പോകും. അടുത്തത് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടക കൂറുകാരുടെ ഫലം നോക്കാം. ഔദ്യോഗിക രംഗത്ത് മേലുദ്യോഗസ്ഥരുടെ പ്രശംസയും പൂർണ്ണ പിന്തുണയും പിടിച്ചുപറ്റാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാനും മികച്ച രീതിയിൽ വിജയിപ്പിക്കാനും കഴിയും. സാമ്പത്തിക ഇടപാടുകളിൽ വലിയ പുരോഗതി ഉണ്ടാകും. പുതിയ വീടോ ഭൂമിയോ വാഹനമോ വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമാണ്. മനസ്സിലുണ്ടായിരുന്ന പലവിധ ടെൻഷനുകളും ആശങ്കകളും അകന്നുപോകും. കുടുംബത്തിൽ സന്തോഷ അന്തരീക്ഷം നിലനിൽക്കും. ആരോഗ്യകാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ല. അടുത്തത് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം എന്നിവരടങ്ങുന്ന ചിങ്ങക്കൂറുകാരുടെ ഫലം. സാമൂഹിക രംഗത്തും തൊഴിലിടത്തിലും നിങ്ങളുടെ പേരും പ്രശസ്തിയും അംഗീകാരവും ഇരട്ടിയായി വർദ്ധിക്കും. നേതൃസ്ഥാനം വഹിക്കേണ്ടി വരുന്ന ചില പ്രധാന സാഹചര്യങ്ങൾ ഉണ്ടാകും. ബിസിനസ്സിൽ നിന്നുള്ള ലാഭം പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതലായിരിക്കും. സാമ്പത്തിക സ്ഥിതി വളരെ ശക്തമായിരിക്കും. പഴയ കടങ്ങൾ അടച്ചു തീർക്കാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ യോഗമുണ്ട്. ആഘോഷവേളകളിൽ സജീവമായി പങ്കെടുക്കും. ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. അടുത്തത് ഉത്തരത്തിൻ്റെ ബാക്കി ഭാഗവും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരുടെ ഫലം. സർഗാത്മകമായ കാര്യങ്ങളിലും ഔദ്യോഗിക യാത്രകളിലും വിജയം കൈവരിക്കാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖങ്ങളിൽ വിജയം കാണാൻ നല്ലൊരു മാസം കൂടിയാണിത്. ധനപരമായി മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണിത്. പഴയ നിക്ഷേപങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായി ലാഭം വന്നുചേരും. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. ദീർഘകാലമായുള്ള ആഗ്രഹങ്ങൾ സഫലമാകും. ആരോഗ്യനില വളരെ മെച്ചപ്പെട്ടതായിരിക്കും.
അടുത്തത് ചിത്തിരയുടെ രണ്ടാം പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാരുടെ ഫലം. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ലാഭം കൊയ്യാൻ സാധിക്കുന്ന മാസമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം അച്ചടക്കം പാലിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. എങ്കിലും ധനവരവിന് കുറവൊന്നും ഉണ്ടാകില്ല. പുതിയ സൗഹൃദങ്ങൾ മുഖേന ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ നടക്കും. പങ്കാളിയിൽ നിന്ന് മികച്ച പിന്തുണ ലഭിക്കും. അടുത്തത് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാരുടെ ഫലം. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ആഴ്ചയാണിത്. ഏറ്റെടുത്ത ജോലികൾ കൃത്യസമയത്ത് തീർക്കാൻ സാധിക്കും. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാൻ കഴിയും. സാമ്പത്തിക ഇടപാടുകളിൽ അല്പം ജാഗ്രത പുലർത്തുക. ആരുടെയെങ്കിലും വാക്ക് കേട്ട് എടുത്തുചാടി വലിയ നിക്ഷേപങ്ങൾ ചെയ്യാതിരിക്കുക. ദാമ്പത്യ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ തോതിൽ ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. അടുത്തത് മൂലപ്പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം എന്നിവരടങ്ങുന്ന ധനക്കൂറുകാരുടെ ഫലം. തൊഴിൽപരമായി നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കുന്നത് വഴി കാര്യങ്ങൾ വളരെ എളുപ്പമാകും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ അവസരം ലഭിക്കും. ഉത്രാടത്തിൻ്റെ ബാക്കി ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാരുടെ ഫലം നോക്കാം. കഠിനാധ്വാനത്തിന് തക്കതായ പ്രതിഫലം കരിയറിൽ ലഭിക്കും. പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണിത്. സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ പുതിയ വഴികൾ തെളിയും. കടബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങാൻ യോഗമുണ്ട്. അടുത്തത് അവിട്ടത്തിൻ്റെ രണ്ടാം പകുതിയും ചതയവും പോരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരുടെ ഫലം. പുതിയ വിവരങ്ങൾ അറിയാനും പഠിക്കാനും അവസരം ലഭിക്കും. ശത്രുക്കളുടെ ശല്യം വഴിമാറിപ്പോകും. ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി നില മെച്ചപ്പെടും. ആഗ്രഹിച്ച പല കാര്യങ്ങൾക്കും പണം ചെലവഴിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ആയിരിക്കും. ആരോഗ്യപരമായി ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും മാറും. അവസാനമായി പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരുടെ ഫലം. ആത്മവിശ്വാസം വർദ്ധിക്കുകയും കരിയറിൽ മികച്ച പുരോഗതി ദൃശ്യമാവുകയും ചെയ്യും. ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും. സാമ്പത്തിക സ്ഥിതി വളരെ തൃപ്തികരമായിരിക്കും. മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന വാർത്തകൾ കേൾക്കാനാകും. എല്ലാ കാര്യങ്ങളിലും ദൈവിക കടാക്ഷം ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകാരുടെയും ഈ മാസത്തെ സമ്പൂർണ്ണ ഫലം കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കൂർ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.